പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ആകാശും പ്രീതിയും കൂടെ കഫേയിൽ കണ്ടുമുട്ടാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവർ അവിടെ വെച്ച് കണ്ടുമുട്ടുന്നു. അങ്ങനെ ആകാശ് തൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും പ്രീതിയോട് സംസാരിക്കുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ട് അശ്വിനും ശ്രുതിയും അവിടേക്ക് എത്തുകയാണ്. അപ്പോൾ ആകാശ് പറയുന്നത് കേട്ടിട്ട് അശ്വിൻ ആകാശിനെ ചീത്ത പറയുന്നൊക്കെ ഉണ്ട്. അത് കേട്ടിട്ട് ശ്രുതി പറയുന്നു, നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിന് ഞങ്ങൾ തയ്യാറല്ല, നിങ്ങളുടെ വീട്ടിലേക്ക് എൻ്റെ പാവം ചേച്ചിനെ ഞാൻ പറഞ്ഞേക്കില്ല, അങ്ങനെയൊക്കെ ശ്രുതിയും പറയുന്നുണ്ട്. പക്ഷേ ആകാശ് വളരെ വിഷമത്തിൽ നിൽക്കുകയാണ് ഇത് കേട്ടിട്ട്. അപ്പോൾ അശ്വിൻ ഇവരെ താഴ്ത്തി സംസാരിക്കുന്നുണ്ട് അതിനിടയിൽ. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ചെയ്തിട്ട് ശ്രുതിയും സംസാരിക്കുന്നുണ്ട്. അവസാനം പ്രീതി ആകാശിനോട് പറയുകയാണ്, സാറിന് എന്നെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല, എൻ്റെ വിവാഹം മുടങ്ങിയതാണ്, താങ്കളുടെ ചേട്ടനെല്ലാം അറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആകാശ് ഇതൊക്കെ കേട്ട് വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ശ്രുതിയും പ്രീതിയും കൂടെ അവിടെ നിന്ന് പോവും. തിരിച്ച് ഇവർ ആകാശും അശ്വിനും കൂടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ആകാശ് അപ്പോഴും വിഷമിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അശ്വിൻ്റെ അടുത്ത് ആകാശ് പറയുന്നുണ്ട്, എനിക്ക് അവൾ ഉണ്ടെങ്കിൽ പറ്റുള്ളൂ, അത്രയും എനിക്കിഷ്ടമാണ്, മറക്കാൻ പറയുന്നത്. ആകാശിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. അങ്ങനെ അവൻ പറയാണ്, മീറ്റിംഗ് മുടങ്ങിയതിൽ ക്ഷമ ചോദിക്കുന്നുണ്ട്. തിരിച്ച് ആകാശ് ക്ഷമ ചോദിക്കുമ്പോൾ അശ്വിൻ പറയും, സാരമില്ല, നീയൊന്ന് റെസ്റ്റ് എടുക്കുക എന്ന് പറയും. അങ്ങനെ അവൻ കാറിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ചേച്ചി അവിടെ നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവനെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയിട്ട് നിനക്ക് എന്ന്. അപ്പം പറയും, ഒന്നില്ല ചേച്ചി, ഒരു ചെറിയ തലവേദന എന്ന് പറയും. അങ്ങനെ അവൻ അകത്തേക്ക് കടന്നു പോകും. പിന്നെ ചേച്ചി ശ്രുതിനെ വിളിക്കുന്നുണ്ട്, അഞ്ജലി ശ്രുതിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും, ഇന്ന് എത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അഞ്ജലി ചോദിക്കും, എന്ത് പറ്റി, അച്ഛന് വയ്യാതെയാണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല, വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് എന്നവൾ പറയുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ആകാശിനെയാണ്. ആകാശ് TV റൂമിലിരുന്നിട്ട് പാട്ട് വെച്ചിട്ട് അവൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് അശ്വിൻ വരും. അങ്ങനെ അശ്വിൻ ചോദിക്കുമ്പോൾ അവൻ പറയും, എനിക്ക് മറക്കാൻ പറ്റില്ല ചേട്ടാ, അത്രയേറെ ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ അശ്വിന് വളരെയധികം വിഷമം തോന്നുകയാണ് അവർ ഈ അവസ്ഥയിൽ കണ്ടിട്ട്. അങ്ങനെ അശ്വിൻ അവിടെ നിന്ന് പോയിട്ട് ശ്രുതിനെ വിളിക്കും. അങ്ങനെ ആകാശിൻ്റെ അവസ്ഥ കൊണ്ട് വിഷമിച്ചിട്ട് ശ്രുതിയായിട്ട് സംസാരിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇവരുടെ കാര്യത്തിലൊരു തീരുമാനം എടുക്കാൻ ശ്രുതിയുടെ ഹെൽപ്പ് ചോദിക്കാനായിട്ട് ശ്രുതിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതി അപ്പോൾ ആദ്യം പറയും, വരില്ല, എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെ ശ്രുതി അകത്തേക്ക് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് പ്രീതി ഒരു ഡ്രസ്സ് അലമാരയിൽ നിന്ന് എടുത്തിട്ട് അതിനോടായിട്ട് ആ ഷോള്, ആകാശ് ആദ്യം അവൾക്ക് കൊടുത്തിട്ടുള്ള ഷോൾ എടുത്തിട്ട് കരയുന്നതും സങ്കടപ്പെടുന്നതൊക്കെ ശ്രുതി കാണാം. അപ്പോൾ ആകാശിന് അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് അവൾ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതിക്ക് മനസ്സിലാവും പ്രീതിക്ക് അത്രയും ആകാശിനെ ഇഷ്ടമാണെന്നുള്ളത്. അപ്പോൾ അവൾ കരയുന്നുണ്ട് ബെഡിൽ കിടന്നിട്ട്. അങ്ങനെ ആ സമയത്ത് ശ്രുതി അശ്വിനെ തിരിച്ചു വിളിക്കുകയാണ്. അങ്ങനെ അവർ തമ്മിൽ ആ കഫേയിൽ, നേരത്തെ വന്ന കഫേയിൽ തന്നെ വെച്ച് കണ്ടുമുട്ടുന്നുണ്ട്. അപ്പോൾ ശ്രുതി അശ്വിൻ്റെ അടുത്ത് പറയും, അവർ തമ്മിൽ നല്ല സ്നേഹത്തിലാണ്, പക്ഷേ വീട്ടുകാരെ പേടിച്ചിട്ടാണ് അവർ സമ്മതിക്കാത്തത്. അപ്പോൾ ഇനി എന്ത് ചെയ്യുന്നുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ടാണ് അവരവിടെ എത്തിയത്. അപ്പോൾ ശ്രുതി അശ്വിൻ്റെ അടുത്ത് ഒരു പ്ലാൻ പറയുന്നുണ്ട്. അശ്വിൻ അതെല്ലാം കേട്ട് ക്ഷമിച്ച് ഇരിക്കുന്നുണ്ട് ശ്രുതിയുടെ അടുത്ത്. അങ്ങനെ തിരിച്ച് ശ്രുതിനെ അശ്വിൻ വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുകയാണ്. ആ സമയത്ത് അവൾ വീട്ടിലേക്ക് നോക്കുമ്പോൾ ചേച്ചീനെ കാണാതിരിക്കാൻ അവൾ പേടിക്കുന്നുണ്ട്. അപ്പോൾ കാറിലിങ്ങനെ ഒളിച്ചിരുന്നുകൊണ്ട് വീട്ടിലേക്ക് നോക്കുകയാണ്. അവൾ പറഞ്ഞ പ്ലാന് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് അശ്വിൻ അവളുടെ കൂടെ ചെന്നിട്ടുള്ളത്. അപ്പോൾ നോക്കുമ്പോൾ പ്രീതി വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നത് കാണാം. അപ്പോൾ അവൾ കാറിൽ ബാക്ക് സീറ്റിലേക്ക് ഇരുന്നിട്ട് കുനിഞ്ഞിരുന്നുകൊണ്ട് നോക്കുന്നുണ്ട്. അപ്പോൾ പ്രീതി ഒരു ബുക്കും പിടിച്ചുകൊണ്ട് ഫ്രണ്ടിലോട്ട് വന്നിട്ട് ഞാൻ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും പുതിയ പുതിയ ഭാഗങ്ങളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു.